السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد. സ്റ്റേജിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുമാരെ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെയും സമസ്തയുടെയും പ്രവർത്തകരെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഖുർആനും ബൈബിളും എന്നത് വളരെ അഗാധമായ രണ്ട് വിഷയങ്ങളാണ്. ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മാത്രമല്ല, ഇവിടെ സമ്മേളിച്ചവർ മഹാഭൂരിഭാഗവും ഖുർആനെ സംബന്ധിച്ച് വിശദമായി മനസ്സിലാക്കിയിട്ടുള്ളവരും. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരാശിയുടെ അവസാന നാൾ വരേക്കുമായി മാർഗദർശക ദീപസ്തംഭമായി ഇറക്കിയിട്ടുള്ള ഒരു വിശുദ്ധ വേദമാണ്. അത് സത്യസന്ധമാണോ എന്ന് തെളിയിക്കപ്പെടാൻ ഖുർആനിൽ തന്നെ ഉന്നയിച്ചിട്ടുള്ള ഒരു പോയിന്റ് മാത്രമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, വിശുദ്ധ ഖുർആനിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തത്തുല്യമായ നിങ്ങൾ കൊണ്ടുവരണമെന്നതാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അം യഖൂലൂന ഇഫ്തറ ബൽ അം യഖൂലൂന തഖവ്വലഹു ബൽ ലാ യുഅ്മിനൂൻ ഫൽയഅതു ബിഹദീസിൻ മിസ്ലിഹി ഇൻ കാനൂ സാദിഖീൻ. മുഹമ്മദ് നബി സ്വയം നിർമ്മിച്ചുണ്ടാക്കിയതാണ് ഖുർആൻ എന്ന് തൽപരകക്ഷികൾ പറയുന്നു. തൽപരകക്ഷികൾ നിരവധിയുണ്ട്. ഇത് പറഞ്ഞിട്ട് അവർ ഖുർആനിൽ വിശ്വസിക്കുന്നില്ല. അള്ളാഹു പറയുകയാണ്, അതിന് പരിഹാരം അല്ലെങ്കിൽ അതിന് ചികിത്സ എന്നാൽ അങ്ങനത്തെ ഒന്ന് നിങ്ങൾ കൊണ്ടുവരലാണ്. ഫൽയഅതു ബിഹദീസിൻ മിസ്ലിഹി, തത്തുല്യമായ ഒരു ഖുർആൻ അവർ കൊണ്ടുവരട്ടെ. ഇൻ കാനൂ സാദിഖീൻ. സൂറത്തു തൂർ 34 ഇത് പറഞ്ഞിട്ടുള്ളത്. ഖുർആന്റെ ഉദ്ധരണികളും ബൈബിളിന്റെ ഉദ്ധരണികളും ഞാനിവിടെ പറയും. കൂടുതൽ പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ നിർബന്ധമായി ഇത് കുറിച്ചു വെക്കണം. സൂറത്തു തൂർ 36 തത്തുല്യമായ ഒരു ഖുർആൻ കൊണ്ടുവരാനാണ് അല്ലാഹു തആല അവരെ വെല്ലുവിളിച്ചത്. രണ്ടാമത് പറഞ്ഞു, അം യഖൂലൂന ഇഫ്തറ, ഖുർആൻ മുഹമ്മദ് നബി ചമച്ചുണ്ടാക്കിയതാണെന്നാണോ അവരെ ജൽപ്പിക്കുന്നത്? ഖുൽ ഫഅതു ബിഅശ്രി സൂവരിൻ മിസ്ലിഹി മുഫ്തറയാത്ത്. എന്നാൽ അങ്ങനെ മുഹമ്മദ് ഉണ്ടാക്കി എന്ന് പറയുന്നത് പോലെ ഇവർ സ്വയം ഉണ്ടാക്കിയിട്ട് ഒരു 10 അധ്യായം കൊണ്ടുവരട്ടെ. സൂറത്ത് ഹൂദ് 13 ഈ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതിനും അവർക്ക് മറുപടി നൽകാൻ കഴിഞ്ഞില്ല. അപ്പോൾ അല്ലാഹു തആല വളരെ താഴേക്ക് ഇറങ്ങി പറഞ്ഞു, വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വദ്ഉ ശുഹദാഅകും മിൻ ദൂനില്ലാഹി ഇൻ കുൻതും സാദിഖീൻ. നാം അവതരിപ്പിച്ച ഖുർആനിൽ അവർ സംശയാലുക്കളാണ് എങ്കിൽ തങ്ങൾ അവരോട് പറയേണ്ടത്, അല്ലെങ്കിൽ അവരോട് നമുക്ക് പറയാനുള്ളത്, ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഖുർആനോട് തുല്യമായ ഒരധ്യായം അവർ കൊണ്ടുവരട്ടെ. ഈ ഒരധ്യായം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ കൗസർ ഒരധ്യായമാണ്. ഒറ്റ വരിയിൽ എഴുതാവുന്ന അൻവരീപരിമിതമായ അക്ഷരങ്ങൾ മാത്രമുള്ള സൂറത്തുൽ കൗസർ എന്ന ആയത്തിനേക്കാൾ കൗസറിനോട് തുല്യമായ ഒരധ്യായം അവർ കൊണ്ടുവരട്ടെ എന്ന്. ഇത് തന്നെയാണ് ഖുർആന്റെ സത്യസന്ധതയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി ഏതെങ്കിലും ജിജ്ഞാസുക്കളായ ആളുകളുണ്ടെങ്കിൽ, ഖുർആനെ സംബന്ധിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സന്നദ്ധരായ ആളുകളുണ്ടെങ്കിൽ, അവർക്ക് ഇസ്ലാമിക പണ്ഡിതന്മാരുടെ അടുത്ത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ പണ്ഡിതന്മാരുടെ അടുത്ത്, അല്ലെങ്കിൽ സമസ്തയുടെ കീഴിലുള്ള വിദ്യാകേന്ദ്രങ്ങളിൽ ഒക്കെ ചെന്നാൽ ഇത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ബൈബിളും ഖുർആനും എന്നത് താരതമ്യം ചെയ്ത് പറയാവുന്ന ഒരു വിഷയമേ അല്ല എന്നതാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. താരതമ്യമേ ശരിയല്ല.
ഖുർആൻ 14 നൂറ്റാണ്ടായി ലോകത്തോട് നിതാന്തമായ വെല്ലുവിളി ഉയർത്തി ലോകത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന വേദഗ്രന്ഥമാണ്. فإن لم تفعلوا ولن تفعلوا. ഈ നേരത്തെ പറഞ്ഞ വെല്ലുവിളികളൊക്കെ ഉന്നയിച്ചിട്ട് നിങ്ങൾക്ക് അതിന് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫലൻ തഫഅലു ഖിയാമത്ത് നാൾ വരെയും നിങ്ങൾക്ക് അതിന് കഴിയുകയുമില്ല. അങ്ങനെയുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. ബൈബിൾ എന്ന് പറഞ്ഞാൽ നേരത്തെ ആ പേരിൽ അല്ലാഹു തആല ഗ്രന്ഥം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് ഇൻജീൽ എന്നാണ്. ഇൻജീൽ അതിന്റെ ഗ്രീക്ക് ഭാഷയിലൂടെയുള്ള പേരാണ് ഇവാഞ്ചലിൽ നിന്ന് വന്ന് ഇൻജീൽ ആയി മാറിയത്, സുവിശേഷം. എന്നാൽ ഏതാണ് ഈ സുവിശേഷം? ഒരു കാലത്ത് 100 ബൈബിളുകൾ ഉണ്ടായിരുന്നു. 100 ബൈബിളുകൾ ഉണ്ടായിരുന്നു. ക്രിസ്തീയ ലോകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായി. 100 ബൈബിൾ എങ്ങനെ ലോകത്തിന് മുമ്പിൽ സമർപ്പിക്കാം, അതുകൊണ്ട് ഒരു ബൈബിളാക്കി ചുരുക്കണമെന്ന് പറഞ്ഞ് വലിയ പണ്ഡിതന്മാരെയൊക്കെ വിളിച്ചു വരുത്തി ചുരുക്കി വന്ന് 4 കിതാബിലെത്തി. അതിനേക്കാൾ ചുരുക്കാൻ വയ്യാതെയായി. അങ്ങനെയാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ ലോകത്ത് നിലവിൽ വന്നത്. ഈ 4 സുവിശേഷങ്ങൾ എന്നാൽ ഒന്നാണോ? ഒരു സുവിശേഷത്തിൽ 17 അധ്യായമാണ്, വേറെ ഒന്നിൽ 18 അധ്യായമാണ്, വേറെ ഒന്നിൽ 24 അധ്യായമാണ്, വേറെ ഒന്നിൽ 27 അധ്യായമാണ്. എന്നാൽ ഉള്ളടക്കങ്ങൾ തുല്യമാണോ? ഉള്ളടക്കങ്ങളൊക്കെ പരസ്പരം വ്യത്യസ്തമാണ്. ഇതൊക്കെ ബൈബിളിനെ സംബന്ധിച്ച് അല്പം വിശദമായി പഠിച്ചു നോക്കിയാൽ ഏത് മലയാളം വായിക്കാൻ അറിയുന്ന ആളുകൾക്കും മനസ്സിലാക്കാൻ കഴിയും. കാരണം മലയാളത്തിൽ ഈ ബൈബിളുകളൊക്കെ ലഭ്യമാണ്. ക്രിസ്തുത്വം 4-ാം നൂറ്റാണ്ടിൽ ബർണബാസിന്റെ ഒരു ബൈബിൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബർണബാസ് എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശിഷ്യന്മാരിൽ ഒരാളാണ്. ബൈബിളിൽ പലയിടത്തും അയാളെ സംബന്ധിച്ച് പരാമർശങ്ങളുണ്ട്. അതൊന്നും ഞാൻ സുദീർഘമായി പറയുന്നില്ല. ബർണബാസിന്റെ ബൈബിൾ പോപ്പിന്റെ ലൈബ്രറിയിൽ വളരെ സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ഫ്രാമരിനോ എന്ന് പറയുന്ന ഒരു പാതിരി ലൈബ്രറി ഉപയോഗപ്പെടുത്താൻ വേണ്ടി ചെന്നപ്പോൾ പുസ്തകങ്ങൾ തിരയുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിന് ബർണബാസിന്റെ ബൈബിൾ എന്നൊരു ബൈബിൾ കിട്ടി. ബർണബാസ് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ വളരെ ഇഷ്ടശിഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ബൈബിൾ ഉള്ളതായി ക്രിസ്തീയ ലോകത്ത് അറിയപ്പെട്ടിട്ടില്ലായിരുന്നു. ഫ്രാമരിനോ തന്റെ യൂറോപ്യന്മാർ ധരിക്കുന്ന ഓവർ കോട്ടിന്റെ ഉള്ളിൽ ബർണബാസിന്റെ ബൈബിൾ കട്ടിടത്തി പുറത്തേക്ക് കൊണ്ടുവന്നാണ് ബൈബിൾ പുറത്തു വന്നത്. പക്ഷേ ക്രിസ്തീയ ലോകം ഒന്നാകെ പറഞ്ഞു അത് മുസ്ലിമീങ്ങൾ വ്യാജമായി നിർമ്മിച്ചുണ്ടാക്കിയതാണ്. ഏതാണെങ്കിലും ഇന്ന് ബർണബാസ് ബൈബിൾ എന്ന ഒരു ബൈബിളും നമുക്ക് ലോകത്ത് കാണാൻ സാധിക്കും. ഈ ബൈബിൾ ഒരു ദൈവിക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അതിന് പ്രാമാണികമായ സ്വീകാര്യതയുണ്ടായിരിക്കും. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത ഖുർആനെ പോലെ. ഖുർആന്റെ സത്യസന്ധത ഓറിയന്റലിസ്റ്റുകൾ, ജൂതന്മാര്, ക്രിസ്ത്യാനികളിലൊക്കെ വലിയൊരു വിഭാഗം അംഗീകരിച്ചിട്ടുണ്ട്. ഓറിയന്റലിസ്റ്റുകൾ 2 വിഭാഗമാണ്. ഖുർആനെ അനുകൂലിച്ച് സംസാരിക്കുന്നവരും പ്രതികൂലിച്ച് സംസാരിച്ചവർ. മാത്രമല്ല വേദക്കാർ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉൾക്കൊള്ളുന്ന വേദക്കാർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ഒരു പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കിയ ആളുകൾ വരെ ചരിത്രത്തിലുടനീളം ഉണ്ടായിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ ബൈബിളുകൾ 2 ജാതിയാണ് ബൈബിൾ. ഒന്ന് പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമം എന്ന് പറഞ്ഞാൽ നമ്മൾ മുസ്ലിമീങ്ങൾ തൗറാത്ത് എന്ന് പറയുന്നതാണ്. എന്നാൽ ആ തൗറാത്തിന്റെ കൂടെ തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. എത്ര പുസ്തകങ്ങളുണ്ട് എന്ന് ക്രിസ്തീയ ലോകത്ത് ഭിന്നാഭിപ്രായമുള്ളതാണ്. ബൈബിൾ തുറന്നു നോക്കിയാൽ ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നിങ്ങനെ 5 പുസ്തകങ്ങൾ കാണാൻ സാധിക്കും. ഈ 5 എണ്ണമാണ് മൂസാ നബിക്ക് ഇറങ്ങിയത് എന്നവർ പറയുന്നു. പക്ഷേ മൂസാ നബിക്ക് ഒരു കിതാബാണ് ഇറങ്ങിയിട്ടുള്ളത്. വളരെ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് പിന്നീട് ഈ പുസ്തകങ്ങളൊക്കെ പുറത്തു വന്നത്. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ശേഷം ഇസ്രായേലിലേക്ക് ഒരുപാട് ദുരന്തങ്ങൾ ഉണ്ടായി. ഒരുപാട് ശത്രുക്കളെ അഭിമുഖീകരിക്കേണ്ടി വന്നു. ഒരുപാട് പ്രതിസന്ധികൾ, ചരിത്ര സംഭവങ്ങൾ ഉണ്ടായി. ഇതൊക്കെ ലോക ചരിത്രത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ സംഭവങ്ങളാണ്. അവസാനമായി മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെതായി 5 പുസ്തകങ്ങൾ ബൈബിൾ എടുത്ത് നോക്കിയാൽ അതിന്റെ പിന്നെ കുറെ കാണാൻ സാധിക്കും. ശമൂവേൽ 1, ശമൂവേൽ 2, 1-ാം രാജാക്കന്മാർ, 2-ാം രാജാക്കന്മാർ, എഹെസ്കേൽ, രൂബീത്ത്, ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ട്.
പണ്ഡിതന്മാർ, ചരിത്രകാരന്മാർ എഴുതുന്നു, ഈ 5 പുറമെ എത്ര ഭാഗങ്ങളുണ്ട് പഴയ നിയമത്തിൽ? ഏകാഭിപ്രായമില്ല. വേദക്കാർക്ക് പോലും അതിൽ ഏകാഭിപ്രായമില്ല. വിശ്വവിജ്ഞാന കോശം എന്ന് പറയുന്ന കേരളത്തിലുടനീളം ലബ്ധപ്രതിഷ്ഠമായ ആധികാരിക റഫറൻസാണ് വിശ്വവിജ്ഞാന കോശം. അതിലെ ഒരു ഉദ്ധരണി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. പഴയ നിയമത്തിൽ എത്ര ഭാഗങ്ങളുണ്ട് എന്നതിനെ ചിട്ടപ്പെടുത്താൻ ജംഇയ എന്ന പട്ടണത്തിൽ യഹൂദാചാര്യന്മാർ സംഘം ചേർന്നു. ക്രിസ്തുദ്ധം 90. അതനുസരിച്ച് ഹിബ്രു ബൈബിളിൽ 24 ഭാഗങ്ങളുണ്ട്. വേറെ ഒരു കണക്ക് വെച്ച് നോക്കിയാൽ ഹിബ്രു ബൈബിളിൽ 39 കൃതികളുണ്ടെന്ന് വരും. അവസാനം നെഹമ്യ, ഹബക്കൂക്ക് എന്ന് പറഞ്ഞാണ് ഗ്രന്ഥങ്ങളുടെ അധ്യായങ്ങൾ അവസാനിക്കുന്നത്. BC 1-ാം നൂറ്റാണ്ടിൽ ഈജിപ്തിലെ യഹൂദർ വായിച്ചു പോകുന്ന ഗ്രീക്ക് ബൈബിളിൽ ജുഡിത്ത്, സുഭാഷിതങ്ങൾ, മക്കബികൾ ആദിയായ 7 പുസ്തകങ്ങളും എസ്തർ, ദാനിയേൽ മുതലായ ഗ്രന്ഥങ്ങളിൽ ചില അധ്യായങ്ങളും വാക്യങ്ങളും കൂടുതലുണ്ട്. ഈ ബൈബിളാണ് യേശുവും ശിഷ്യന്മാരും ആദിമസഭയും ഉപയോഗിച്ചത്. എങ്കിലും 4ഉം 5ഉം നൂറ്റാണ്ടുകളിൽ ഹിബ്രു ബൈബിളിൽ ഇല്ലാത്ത ഭാഗങ്ങളെപ്പറ്റി തർക്കമുയർന്നു. ഒടുവിൽ അവയും വിശുദ്ധ ഗ്രന്ഥങ്ങളായി എല്ലാവരും അംഗീകരിച്ചു. വിശ്വവിജ്ഞാന കോശം വോള്യം 9 190-ാം പേജിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. മൂസാ നബി അലൈഹി ഇസ്ലാമിന് അടക്കപ്പെട്ട തൗറാത്തിനെ സംബന്ധിച്ച് വിവിധ ഗവേഷകന്മാർ പഠനം നടത്തി അവരുടെ ഗ്രന്ഥങ്ങളിൽ അതിന്റെ ചിത്രങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ക്രിസ്തുദ്ധം 124 കർദിനാൾ ഹോഗോ എന്ന് പറയുന്ന ആളാണ് പഴയ നിയമം തന്നെ ക്രോഡീകരിച്ചത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ പല കാലങ്ങളിലായി കണ്ടെടുക്കപ്പെടുകയും കൂട്ടിച്ചേർക്കപ്പെടുകയും പരിഭാഷപ്പെടുത്തപ്പെടുകയും ചെയ്ത പല ഗ്രന്ഥങ്ങളുടെയും സമാഹാരമാകുന്നു പഴയ നിയമം. എന്നാൽ 3 മുതൽ 6 വരെ ശതകങ്ങൾക്കിടയിൽ വെളിച്ചം കണ്ട തൗറാത്തിന്റെ പ്രതികൾ അത്രയും പരസ്പര വിരുദ്ധങ്ങളും സംശയാസ്പദങ്ങളുമായിരുന്നു. 7-ാം ശതകത്തിൽ ബാബിലോണിയയിലും ടൈഗ്രീസിലും യഹൂദർ പാഠശാലകൾ ഏർപ്പെടുത്തുകയുണ്ടായി. അന്നവിടെ വ്യത്യസ്ത ബൈബിളുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ വേദക്കാരുടെ ചരിത്രം തന്നെ വ്യത്യസ്ത നൂറ്റാണ്ടുകളിലെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ പല കോലത്തിലും പല രീതിയിലും പല വലിപ്പത്തിലുമൊക്കെ ഉള്ളതായിരുന്നു. മാത്രമല്ല കാലം ചെല്ലുന്തോറും അവയിലുള്ള വൈരുദ്ധ്യങ്ങൾ കൂടിക്കൂടി വന്നു. 8ഉം 9ഉം നൂറ്റാണ്ടുകളിൽ പല ബൈബിളുകളുടെയും ഇടയിൽ 220 വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു. 11-ാം നൂറ്റാണ്ടായപ്പോഴേക്ക് വൈരുദ്ധ്യങ്ങൾ 864 ആയി വർദ്ധിച്ചു. ലൂയിസ് സ്റ്റേപ്പിളും ബിഷപ്പ് വാട്ടനും ഈ യാഥാർത്ഥ്യം അംഗീകരിക്കുകയും പഴയ നിയമം തിരുത്തി എഴുതാൻ പുതിയ മാനദണ്ഡം കണ്ടെത്തണമെന്ന് ആവശ്യപ്പെടുകയും ഉണ്ടായി. 1588 മുതൽ 1705 കാലത്ത് പ്രസിദ്ധീകരണമായ പ്രതികളിൽ 2000-ലേറെ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് തൗറാത്തിനെ സംബന്ധിച്ച് പഠനം നടത്തിയ മഅറൂഫ് ഷാ ഷിറാസി തന്റെ തൗറാത്ത് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ നിരവധി ബൈബിളുകളുടെ പ്രതികൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കൂടുതൽ ഉദ്ധരണികൾ ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ബൈബിളിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായത് എന്നുകൂടി പരാമർശിക്കേണ്ടതുണ്ട്. ഒന്നാമത്, മുൻകഴിഞ്ഞ വേദങ്ങളൊക്കെ അല്ലാഹു തആല അത് നൽകപ്പെട്ട ആളുകളെയാണ് സംരക്ഷിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത്. തൗറാത്ത് നൽകപ്പെട്ട ആളുകൾ തൗറാത്ത് സംരക്ഷിക്കണം, സബൂർ നൽകപ്പെട്ട ആളുകൾ സബൂർ സംരക്ഷിക്കണം, ഇഞ്ചീൽ നൽകപ്പെട്ടവർ അത് സംരക്ഷിക്കണം. എന്നാൽ ഈ കണ്ടീഷൻ, ഒന്നാമത്തെ ഈ കണ്ടീഷൻ അവർ പാലിച്ചു. അതുകൊണ്ടുകൂടിയാണ് 4-ാമത്തെ വേദമായ പരിശുദ്ധ ഖുർആന്റെ സംരക്ഷണോത്തരവാദിത്വം അല്ലാഹു തആല ഏറ്റെടുത്തത്. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പോൾ അവര് വിശുദ്ധ ഗ്രന്ഥങ്ങൾക്ക് പ്രാധാന്യം നൽകിയില്ല, അർഹമായ പരിഗണന നൽകിയില്ല. ഒരു കാരണം അതാ. 2-ാമത്തെ കാരണം പുരോഹിതന്മാരുടെ സ്വാർത്ഥതയായിരുന്നു. ഭൗതിക താൽപര്യങ്ങൾക്ക് വേണ്ടി വേദഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കുവാനും വേദഗ്രന്ഥങ്ങൾ എന്ന പേരിലുള്ള നിയമങ്ങൾ ജനങ്ങളോട് പറയാനുമൊക്കെ അവർ സന്നദ്ധരായി. അങ്ങനെ മാത്രമല്ല, സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ശേഷം ഫലസ്തീൻ രാജ്യം 2ആയി
വിഭജിക്കപ്പെട്ടു, പിളർന്നു. വടക്ക് ഭാഗം ഇസ്രായേൽ, തെക്ക് ഭാഗം യഹൂദ എന്ന പേരിലുള്ള രണ്ട് രാഷ്ട്രങ്ങളുണ്ടായി. രണ്ട് രാജ്യങ്ങളും പരസ്പരം വലിയ ശത്രുതയിലായിരുന്നു. അങ്ങനെ ആ ദൗർബല്യം മുതലെടുത്തുകൊണ്ട് പല രാജാക്കന്മാരും അവരെ ആക്രമിച്ചു, മർദ്ദിച്ചു, അവരെ പീഡിപ്പിച്ചു, അവരെ തടവുകാരായി പിടിച്ചുകൊണ്ടുപോയി, അവരുടെ ദേവാലയങ്ങൾ നശിപ്പിച്ചു, അവരുടെ പുണ്യഗ്രന്ഥങ്ങളൊക്കെ അവർ സംഹരിച്ചു കളഞ്ഞു. ബഹുദൈവ ആരാധന വരെ അവർ ചെയ്തു എന്ന് ഈ ബൈബിളിൽ തന്നെ കാണാം. പഴയ നിയമത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഇസ്രായേൽ മക്കൾ യഹോവക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ പറഞ്ഞാൽ പഠിച്ചാൻ അല്ലാഹു. ബാൽ വിഗ്രഹങ്ങളെ സേവിച്ചു. ബാൽ നമ്മൾ ഖുർആനിലുള്ള ബഅൽ ബഅലൻ, ബഅൽ ജാതികളുടെ ദേവന്മാരായ അന്യദൈവങ്ങളെ ചെന്ന് നമസ്കരിച്ചു. അന്യദൈവങ്ങൾ, അതായത് മറ്റുള്ള ആൾക്കാർ ആരാധിച്ചിരുന്ന ദൈവങ്ങൾ. ബാലിനെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും സേവിച്ചു. ഇത് പഴയ നിയമം 2-ാം ന്യായാധിപന്മാരിൽ 2-ാമത്തെ അധ്യായത്തിൽ 11-14 നമുക്ക് വായിക്കാൻ സാധിക്കും. ബൈബിളിൽ തന്നെ ഉള്ളതാണ്. പിന്നീട് അവർ അസീരിയക്കാരുടെ കയ്യേറ്റങ്ങൾക്ക് വിധേയരായി. ഒടുവിൽ BC 721 വടക്കൻ ഭരണകൂടം നിലംപതിക്കുകയും ആയിരക്കണക്കിന് ഇസ്രായേലിൽ കൊല്ലപ്പെടുകയും സുമാർ 27,000 ആളുകൾ നാടുകടത്തപ്പെടുകയും ചെയ്തു. വഴിയെ കുറച്ചു കൊല്ലങ്ങൾക്ക് ശേഷം തെക്കൻ ഭരണകൂടവും അസീരിയക്കാർ കടന്നാക്രമിച്ച് അവരുടെ കോളനിയാക്കി. അന്ന് അവിടെ വിഗ്രഹാരാധന വ്യാപിച്ചു കഴിഞ്ഞിരുന്നു. അവരെ യഥാർത്ഥത്തിൽ തൗറാത്തിന്റെ ആളുകളായി. പിന്നെ ബുഖ്ത് നസർ, നെബുക്കദ്നസർ എന്ന് പറയുന്ന ബുഖ്ത് നസർ ചക്രവർത്തി ബാബിലോണിയയിൽ നിന്ന് അവരെ ആക്രമിച്ചു, മർദ്ദിച്ചു, കീഴ്പ്പെടുത്തി. അതും വലിയ ഒരു സംഭവമാണ്. ഇങ്ങനെ ചരിത്രപരമായി പരിശോധിച്ചു നോക്കുമ്പോൾ വിവിധ നൂറ്റാണ്ടുകളിൽ വ്യത്യസ്ത കാരണങ്ങളാൽ ബൈബിളും ബൈബിളിന്റെ അനുയായികളുമൊക്കെ അക്രമമർദ്ദനങ്ങൾക്ക് വിധേയരാവുകയും അങ്ങനെ മതത്തിന്റെ നിഷ്കാസനത്തിന് അത് നിമിത്തമാവുകയും ചെയ്തു. പഴയ നിയമത്തെപ്പറ്റിയാണ് ഇത് പറഞ്ഞതെങ്കിൽ പുതിയ നിയമം എന്ന് പറയുന്ന ഇഞ്ചീലിന്റെ അവസ്ഥയും അങ്ങനെ തന്നെ. പഴയ നിയമം എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്തെ അല്ലാഹു തആല മനുഷ്യർക്ക് നിയമമാക്കി കൊടുത്തിരുന്ന പഴയ നിയമം. പുതിയ നിയമം എന്ന് പറഞ്ഞാൽ ആ പഴയതിൽ ചില നസ്ഖുകൾ, ചില തിരുത്തലുകളൊക്കെ നിർദ്ദേശിച്ചുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം വരികയും ഈസാ നബി അലൈഹിസ്സലാമിന് ഇഞ്ചീൽ കൊടുക്കുകയും ചെയ്തു. അത് പുതിയ നിയമം. അടിസ്ഥാനപരമായതൊക്കെ പഴയ നിയമം തന്നെ, പുതിയ ചില നിയമങ്ങളിൽ നിന്നാണ് ചുരുക്കം. പുതിയ നിയമങ്ങളുടെ അവസ്ഥയും ഇങ്ങനെ തന്നെയാണ്. ഒക്കെ വളരെ വിശദമായി പഠിക്കാനുള്ളതാണ്. പഠിക്കാൻ ആവശ്യമായ സ്രോതസ്സുകളൊക്കെ നമ്മുടെ മുൻപിൽ ലഭ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിന്റെ തിരോധാനത്തിന് ശേഷം ക്രിസ്തുബ്ദം 90-നും 125-നും ഇടയിലാണ് മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറഞ്ഞ 4 കിതാബുകളും ക്രോഡീകരിക്കപ്പെട്ടത്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ തിരോധാനത്തിന് ശേഷം പതിറ്റാണ്ടുകൾ കഴിഞ്ഞ്, 3/4 നൂറ്റാണ്ട് കഴിഞ്ഞ ശേഷമാണ് മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന ഇന്ന് നിലവിലുള്ള 4 ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടു. ഇത് ഒരു ഈസാ നബി അലൈഹി സ്വലാമിന് അടക്കപ്പെട്ട ഒരു ഇഞ്ചീലിന്റെ രൂപഭേദങ്ങളാണ്. എന്നാൽ ആശയപരമായി ഒന്നാകണ്ടേ? ഒന്നല്ല. അധ്യായങ്ങളുടെ എണ്ണത്തിൽ ഒന്നാകണ്ടേ? ഒന്നല്ല. വിഷയങ്ങളുടെ അവതരണ രീതി ഒന്നാകണ്ടേ? ഒന്നല്ല. പരസ്പരം ഭിന്നമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് അത് പരിശോധിച്ച് നോക്കിയേക്കാം. പിന്നെ ഈ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ മാത്രമല്ല, അതിന് പിന്നിൽ കുറേയുണ്ട് കിതാബുകൾ. പൗലോസ് എഴുതിയ, വിവിധ ആളുകൾക്ക്, വിവിധ ജനവിഭാഗങ്ങൾക്ക് എഴുതിയ ലേഖനങ്ങൾ, അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ, ഇങ്ങനെ കുറെ കൃതികളുണ്ട്. പുതിയ നിയമത്തിൽ എത്ര കിതാബുകളുണ്ട്, എത്ര കൃതികളുണ്ട് എന്ന് പോലും അവർക്ക് നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ വിശ്വവിജ്ഞാനകോശം തന്നെ പറയട്ടെ, പുതിയ നിയമത്തിൽ 27 ലഘുകൃതികളുണ്ട്. ഇതിൽ 7 വിശുദ്ധ ഗ്രന്ഥശേഖരത്തിൽ ഉൾപ്പെടുത്താൻ ക്രൈസ്തവ സഭയുടെ ആരംഭത്തിൽ ചില കേന്ദ്രങ്ങൾ ശങ്കിച്ചു നിന്നു. 7 അതിൽ ചേർക്കാൻ പറ്റൂല എന്ന് ഒരു വിഭാഗം ശക്തിയായി വാദിച്ചു നിന്നു. അങ്ങനെ കുറെ കാലത്തിന് ശേഷം മാത്രം സാർവത്രിക അംഗീകാരം ലഭിച്ച ഭാഗങ്ങൾക്ക് ദ്വിതീയ സംഹിത എന്ന് പറയുന്നു. ആദ്യത്തേതിന് പ്രഥമ സംഹിത എന്നും രണ്ടാമത്തേതിന് അഥവാ പിൽക്കാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതിന് ദ്വിതീയ സംഹിത എന്നും പറയുന്നു. വിശ്വവിജ്ഞാനകോശം വാള്യം 9 പേജ് 190.
മതഗ്രന്ഥം എന്ന് പറഞ്ഞാൽ മതകീയമായ നിയമങ്ങൾ ഉണ്ടാവുമല്ലോ കിതാബിൽ. എന്നാൽ ഈ മത്തായിയോ മാർക്കോസിലോ ലൂക്കോസിലോ യോഹന്നാനിലോ ഒന്നും മതനിയമങ്ങളല്ല കൂടുതലുള്ളത്, ചില ചരിത്ര ഭാഗങ്ങളാണ്. എന്നാൽ ശരിക്കൊരു ചരിത്ര ഗ്രന്ഥം എന്ന് പറയാൻ പറ്റും, അത് പറ്റൂല. അത് ഇന്നത് സൗജന്യമായി നൽകപ്പെടുന്ന സാധനമായതുകൊണ്ട് മിക്ക ആളുകളുടെ കയ്യിലുണ്ടായിരിക്കും. ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. 1977 കൊച്ചിയിലുള്ള പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു സെന്ററിൽ പുതിയ ബൈബിൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിന്റെ ആമുഖം എഴുതിയിട്ടുള്ളത് വലിയ ക്രിസ്തീയ ഗ്രന്ഥകാരനും പണ്ഡിതനും ചരിത്രകാരനുമായ ഡോക്ടർ ജോർജ് പുന്നക്കോട്ടിൽ ആണ്. അദ്ദേഹം അതിന്റെ മുഖവരി എഴുതുന്ന സുവിശേഷം ഒരു ജീവചരിത്രമല്ല, സ്ഥലകാല പരിഗണനകളെ മുൻനിർത്തി സംഭവങ്ങൾ യഥാർത്ഥത്തിൽ നടന്ന ക്രമത്തിൽ കൃത്യമായി വിവരിക്കുകയായിരുന്നില്ല സുവിശേഷകന്റെ ലക്ഷ്യം. സ്വന്തമായ ഒരു ദൈവശാസ്ത്ര വീക്ഷണത്തിന്റെ വെളിച്ചത്തിൽ സംഭവങ്ങളെ ക്രമീകരിക്കുകയും വ്യാഖ്യാനിക്കുകയുമാണ് മാർക്കോസ് ചെയ്യുന്നത്. ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ സദ്വാർത്ത വിളംബരം ചെയ്യുക എന്ന ലക്ഷ്യമാണ് മാർക്കോസിനുള്ളത്. ഇങ്ങനെ ഈ പറഞ്ഞ പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്റർ അല്ലെങ്കിൽ കേരള KCBC ബൈബിൾ പ്രസിദ്ധീകരിച്ചത് ഇതൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ അവയുടെ പരിഷ്കരണത്തിന്റെ ഭാഗമായി അതിനൊക്കെ ഒരു ആമുഖം കൊടുത്തിട്ടുണ്ട്. ആ ആമുഖം വായിച്ചു നോക്കിയാൽ ഇതിന്റെ അനിശ്ചിതാവസ്ഥയും ഇതിന്റെ ദുർബലാവസ്ഥയും ഒക്കെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇത് ഇന്ന കാലത്ത് എഴുതിയതാണ് എന്ന് കരുതപ്പെടുന്നു, ഇന്നയാൾ എഴുതിയിരിക്കാനാണ് സാധ്യത എന്നൊക്കെ അതിൽ പച്ചയായ മലയാളത്തിൽ എഴുതിയെത്തിച്ചേക്കാം. പിന്നെ ഈ മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന് പറയുന്ന 4 ആളുകളുടെ പ്രാമാണികത ക്രിസ്തീയ ലോകം തന്നെ അംഗീകരിക്കാത്തതാണ്. ചിലർ പറയുന്ന അങ്ങനെ ഒരാളെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അതോ യേശുക്രിസ്തുവിന് ശിഷ്യനായി ഉണ്ടായിരുന്നില്ല. ഫ്രഞ്ച് എൻസൈക്ലോപീഡിയ പറയുന്നുണ്ട് വ്യാജമായിട്ടാണ് യോഹന്നാന്റെ പേര് ഗ്രന്ഥം ചുമത്തപ്പെട്ടിട്ടുള്ളത്, അദ്ദേഹം അത് എഴുതിയിട്ടില്ല. ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ക്രിസ്തു ദർശനം എന്ന് പറഞ്ഞ പുസ്തകത്തിന്റെ 185 പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ യേശു ശിഷ്യൻ മത്തായി ആണ് അത് എഴുതിയത് എന്ന ആദ്യ നൂറ്റാണ്ട് മുതലുള്ള വിശ്വാസം സുസമ്മതവും സർവാംഗീകൃതവും അല്ല. ചരിത്രപരമായ ഒട്ടേറെ തെളിവുകളുടെ മുമ്പിൽ ആ വിശ്വാസം ഗതിമുട്ടി നിൽക്കുകയാണ്. അപ്പോസ്തലനായ മത്തായിയുടേതാണ് സുവിശേഷം എന്നതിൽ പണ്ഡിതന്മാർ ഏകാഭിപ്രായമല്ല, അത് മറ്റൊരാളുടേതാകാനുള്ള സാധ്യത അവർ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ക്രിസ്തു ദർശനം, ഡോക്ടർ ജെ കട്ടക്കൽ, പേജ് 185. ഇങ്ങനെ ഓരോ സുവിശേഷകന്റെയും സുവിശേഷം എഴുതിയ ആളുകളെ സംബന്ധിച്ച് വളരെ ദുർബലമായ ഒരവസ്ഥയാണ് നമ്മുടെ മുൻപിൽ വരിക, ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ. അങ്ങനെ നോക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഖുർആനും ബൈബിളും എന്ന് താരതമ്യം ചെയ്യാനോ അല്ലെങ്കിൽ ഒന്നിച്ച് പറയാനോ മാത്രം പര്യാപ്തമല്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം അത് അള്ളാഹു ഇറക്കിയ ഗ്രന്ഥം തന്നെയാണ്. പക്ഷേ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥത്തിൽ മനുഷ്യൻ കൈകടത്തിയപ്പോൾ മനുഷ്യന്റെ താല്പര്യമനുസരിച്ച് അതിൽ വെട്ടിത്തിരത്തലുകൾ അറിഞ്ഞുകൊണ്ട് തന്നെ ദൈവിക ഗ്രന്ഥത്തിൽ അവർ കൈകടത്തലുകൾ നടത്തി. അപ്പോൾ അതിന്റെ ദൈവികത നഷ്ടപ്പെട്ടു. ബൈബിൾ എന്ന് പറയുന്നത് ദൈവികത നഷ്ടപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ ദൈവികത നിലനിൽക്കുന്ന, ഖിയാമത്ത് നാൾ വരെ നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു പവിത്ര ഗ്രന്ഥമാണ്. ഈ 2 വ്യത്യാസവും വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കും. മറ്റൊരു വിഷയം നാം ശ്രദ്ധിക്കാനുള്ളത്, ക്രിസ്തീയ വിശ്വാസം ആകെ ഉടക്കി കിണഞ്ഞ് കുടുങ്ങിക്കിടക്കുന്ന 2-3 സിദ്ധാന്തങ്ങളുണ്ട്. പിതാവ്, പുത്രൻ, കുരിശു സംഭവം. പിതാവ്, പുത്രൻ, 3 ദൈവങ്ങൾ കൂടിയ ഒരു ദൈവത്തിലാണ് അവർ വിശ്വസിക്കുന്നത്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇങ്ങനെ 3 ദൈവങ്ങൾ, അത് കൂടിയിട്ട് ഒന്നാവുന്നതാണ്. വളരെ ഗുരുതരമായ ഒരബദ്ധം, അഥവാ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത, അംഗീകരിക്കാനാവാത്ത ഒരു കാഴ്ചപ്പാടാണ് ഇവർക്ക് ഇവയിലുള്ളത്. ഇവരുടെ സാഹിത്യങ്ങളിൽ തന്നെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല, ദൈവം അങ്ങനെ പഠിപ്പിച്ചതാണ്, അതുകൊണ്ട് അങ്ങനെ പറയലേ പറ്റുള്ളൂ. യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഈസാ നബി അലൈഹി ഇസ്ലാമിനും ക്രിസ്തു മതത്തിനും ഒരു ആജന്മ ശത്രു ഉണ്ടായിരുന്നു.
ശൗൽ എന്നാണ് അയാളുടെ പേര്. പൗലോസ് എന്ന പേരിലാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ശൗൽ എന്ന പൗലോസ് ഈസാ നബി അലൈഹി സ്വലാമിന്റെയും ക്രിസ്ത്യാനികളുടെയും ക്രിസ്തീയ വിശ്വാസത്തിന്റെയും ബദ്ധവൈരിയായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിന്റെ തിരോധാനത്തിന് ശേഷം ക്രിസ്തുബ്ദം 37 അയാള് ക്രിസ്തുമതം സ്വീകരിച്ചു. പ്രത്യക്ഷത്തിൽ മുനാഫിക്കായിരുന്നു അയാൾ. ഈസാ നബിക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ വളരെ നിഷ്ഠുരമായ അക്രമ മർദ്ദന പ്രവർത്തനങ്ങളൊക്കെ നടത്തി വന്നിട്ട് ഒന്നും ഫലപ്രദമാകാതെ വന്നപ്പോൾ അതിബുദ്ധിമാനായ അയാൾ ഗാഢമായി ആലോചിച്ച് കണ്ടുപിടിച്ചതാണ് ഒരു ക്രിസ്തീയ കുപ്പായമിട്ടുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ കിടന്ന് ഈ മതത്തെ വികലമാക്കുകയാണ് ഏറ്റവും പ്രായോഗികം. അങ്ങനെ ശൗൽ എന്ന പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ബൈബിളിൽ 2 പദങ്ങൾ അദ്ദേഹം കണ്ടുപിടിച്ചു. ഒരു പദം അബ്ബ എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. അബ്ബ എന്ന് പറഞ്ഞാൽ രക്ഷാകർത്താവ്, നാഥൻ, നായകൻ എന്നൊക്കെയാണ് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം പിതാവ് എന്നാണ്. ഈ രണ്ടാമത്തെ അർത്ഥം മാത്രം പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അയാള് ബൈബിളിനെ സംബന്ധിച്ചുള്ള അധ്യാപനങ്ങൾ നടത്തി. അതായത് ഈസാ നബി അലൈഹി സ്വലാമിന്റെ പിതാവാണ് അള്ളാഹു, അല്ലെങ്കിൽ യഹോവ. യാഹ്വ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. രണ്ടാമത്തെ പദം പുത്രൻ എന്ന് പറഞ്ഞാൽ ഇയോൻ എന്നാണ് ഗ്രീക്കിലെ എന്ന് പറയാം. ഇയോൻ, HUION, ഇയോൻ. എച്ചിന് പ്രൊനൗൺസിയേഷൻ ഇല്ല. ഇയോൻ, ബഹുവചനം ഇയോസ്. ഈ പുത്രൻ എന്ന് പറയുന്നത് ഈസാ നബി അലൈഹിസ്സലാമാണ്. ഇയോൻ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഒന്ന് അടിമ, പ്രിയപ്പെട്ട ആള്, ഇഷ്ടദാസൻ. രണ്ടാമത്തെ അർത്ഥം മകൻ. ഈ അർത്ഥത്തിൽ പല ഭാഷകളിലും ഇങ്ങനെ പ്രയോഗിക്കാറുണ്ട്. നല്ല പഠിക്കുന്നൊരു കുട്ടിയാണെങ്കിൽ ഉസ്താദ് പറയും ഇതെന്റെ കുട്ടിയാണ്. വേറെ ഒരു പുറത്തുനിന്ന് ഉസ്താദിന്റെ മകൻ കരുതാണ്, അപ്പോൾ ഇതിന്റെ മൂത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ എന്റെ രണ്ടാമത്തെ കുട്ടിയാണ്. എല്ലാ ഭാഷയിലുള്ളതാണ്. ഇത് വളരെ നിഗൂഢമായ രീതിയിൽ പൗലോസ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിക്കുകയും ഈ രീതിയിൽ സുവിശേഷം പ്രസംഗിക്കുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞ മാതിരി രണ്ടർത്ഥവും ഈ 2 ഗ്രീക്ക് പദങ്ങൾക്കുണ്ട്. ഈ രണ്ടർത്ഥത്തിലും ബൈബിളിൽ ഉടനീളം പല ആളുകളെ സംബന്ധിച്ചും പ്രയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഈസാ നബി അലൈഹി സ്വലാമിനെ പറ്റി മാത്രമല്ല, പല ആളുകളെ സംബന്ധിച്ചും ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ദിനവൃത്താന്തം 1 ദിനവൃത്താന്തത്തിൽ 17-ാം അധ്യായത്തിൽ 11 മുതൽ 13 വരെ സൂക്തങ്ങളിൽ ഈ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിനവൃത്താന്തം. ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് അള്ളാഹു തആല പറയാം, ദാവൂദ് നബിയോട് ശലോമോനെ സംബന്ധിച്ച് ദാവീദിന് യഹോവ ശുഭസന്ദേശം അറിയിക്കുന്നു. ബൈബിൾ നോക്കിയാൽ കാണാൻ സാധിക്കും. ദിനവൃത്താന്തം 1, അതായത് 2 ദിനവൃത്താന്തം എന്ന കിതാബുണ്ട്. ദിനവൃത്താന്തം 1, ദിനവൃത്താന്തം 2. അതില് 17-ാം അധ്യായത്തിൽ 11, 12, 13 സൂക്തങ്ങളാണ്. എന്താ പറയുന്നത്? ഞാൻ നിന്റെ ശേഷം, ദാവൂദ് നബിയോട് അല്ലാഹു തആല പറയാം, ഞാൻ നിന്റെ ശേഷം നിന്റെ പുത്രന്മാരിൽ ഒരുവനായ നിന്റെ സന്തതിയെ എഴുന്നേൽപ്പിക്കുകയും അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുകയും ചെയ്യും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ രാജ്യത്വം. അവൻ എനിക്കൊരു ആലയം പണിയും, ബൈത്തുൽ മുഖദ്ദസ്. ഞാൻ അവന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമാക്കും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും. സുലൈമാൻ എനിക്ക് പുത്രനും ഞാൻ സുലൈമാന്റെ പിതാവുമായിരിക്കും. ദിനവൃത്താന്തം 1-ാം ദിനവൃത്താന്തം 17-ാം അധ്യായം 11, 12, 13 സൂക്തങ്ങൾ. ഇങ്ങനെ ഒരുപാട് പ്രവാചകന്മാരെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാനത് വിടുകയാണ്. മാത്രമല്ല സകല മനുഷ്യരും ദൈവപുത്രന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
ബൈബിളിൽ തന്നെ. സകല മനുഷ്യരും ദൈവപുത്രന്മാരാണ്. എന്നാൽ ദൈവത്തിന് ഇഷ്ടപ്പെട്ടവരാണ്, ദൈവത്തിന്റെ അടിമകളാണ്. അടിമ എന്നും പ്രിയപ്പെട്ടവൻ എന്നും ഇഷ്ടപ്പെട്ടവൻ എന്നൊക്കെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. സകല മനുഷ്യരെ സംബന്ധിച്ച് യെശയ്യാവ്, ബൈബിളിലെ പഴയ നിയമത്തിലെ യെശയ്യാവ് 43-ാം അധ്യായം 6-7 സൂക്തങ്ങൾ പറയുന്നു. യഹോവ അരുളുന്നു, ദൂരത്ത് നിന്ന് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തു നിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചുണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും. ഭൂമിയുടെ നാനാഭാഗത്തും എന്റെ പുത്രിമാരെയും എന്റെ പുത്രന്മാരെയും ഒരുമിച്ച് കൂട്ടാണ്, എന്റെ അടിമകൾ നടത്തും. അപ്പോൾ പിതാവ് എന്നും പുത്രൻ എന്നുമുള്ള പ്രയോഗം നമ്മൾ നേരത്തെ പറഞ്ഞ രക്ഷാകർത്താവ്, നാഥൻ, നായകൻ എന്ന അർത്ഥത്തിൽ പിതാവ് എന്ന്, അടിമ, പ്രിയപ്പെട്ടവൻ, ഇഷ്ടപ്പെട്ടവൻ എന്ന അർത്ഥത്തിൽ പുത്രൻ എന്ന പദം ബൈബിളിൽ പല ആളുകളെ സംബന്ധിച്ചും പല പ്രവാചകന്മാരെ സംബന്ധിച്ചും സാധാരണ മനുഷ്യരെ സംബന്ധിച്ചുമൊക്കെ പ്രയോഗിച്ചതാകുന്നു. അതിൽ ക്രിസ്തുമത പ്രചാരകന്മാർക്ക് അബദ്ധം പറ്റി, അത് പൗലോസ് അവരെ കബളിപ്പിച്ചത്. വേറൊന്ന്, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ദൈവമാക്കാൻ ഇവരെ തെളിവായി ഉദ്ധരിക്കുന്നത് ഈസാ നബി അലൈഹി ഇസ്ലാം പല അത്ഭുത കൃത്യങ്ങളും കാണിച്ചു എന്നുള്ളത്. ബൈബിൾ മുന്നിൽ വെച്ച് നോക്കിയാൽ അത്ഭുത കൃത്യങ്ങൾ കാണിച്ചതിന്റെ പേരിൽ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ മാത്രം ദൈവമാക്കാൻ പറ്റില്ല, ഒരുപാട് പ്രവാചകന്മാരെ ദൈവമാക്കേണ്ടി വരും. ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്, നമ്മളും പറയുന്നു ഓഹിയിൽ മൗതാബി ഇതിനില്ല. ബൈബിളും പറയുന്ന ഒരുപാട് പ്രവാചകന്മാരെ മരിച്ചുപോയവരെ ഹയാത്താക്കിയിട്ടുണ്ട്. മരിച്ചുപോയ ആളുകളെ പുനർജീവിപ്പിക്കുക എന്നത് ഈസാ നബി അലൈഹി സ്വലാം മാത്രം ചെയ്ത അമാനുഷ സംഭവമല്ല, മറ്റു പല പ്രവാചകന്മാരും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഒരു ഉദാഹരണം, എലീഷ പ്രവാചകൻ. എലീഷ എന്ന് പറഞ്ഞാൽ നമ്മൾ അൽ-യസ എന്ന് പറയുന്ന നബിയാണ്. എലീഷ പ്രവാചകൻ ഒരു കുട്ടി മരിച്ചു കിടക്കണത്ത് ചെന്നു. ആ കുട്ടിന്റെ ആ തള്ള പറഞ്ഞു, അല്ല, ദൈവപുരുഷനായ എന്റെ യജമാനനെ എലീഷ വീട്ടിൽ വന്നപ്പോൾ തന്റെ കട്ടിലിന്മേൽ ബാലൻ മരിച്ചു കിടക്കുന്നത് കണ്ടു. അലിയസ അഥവാ എലീഷ ഈ സ്ത്രീയുടെ വീട്ടിലേക്ക് വന്നപ്പോൾ കുട്ടി മരിച്ചു കിടക്കുകയാണ്. താനും ബാലനും മാത്രം അകത്തുണ്ടായിരിക്കെ അവൻ വാതിലടച്ചു, യഹോവയോട് പ്രാർത്ഥിച്ചു. ഈസാ നബി വാതിലടച്ചിട്ട് മയ്യത്തിന്റെ ഒപ്പം ഇരുന്നിട്ട് പടച്ചവനോട് ദുആ ചെയ്തു. അപ്പോൾ ബാലൻ 7 പ്രാവശ്യം തുമ്മി കണ്ണു തുറന്നു. അവൾ എന്ന് പറഞ്ഞാൽ ബാലന്റെ മാതാവ് അകത്തു ചെന്ന് അവന്റെ അല്യസ നബിയുടെ കാൽക്കൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 32 മുതൽ 37 വരെ സൂക്തങ്ങൾ. വേറെയും നബിമാരെ പ്രവാചകന്മാരെ മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ഏലിയാവും മരിച്ച കുട്ടിയെ ജീവിപ്പിച്ചിട്ടുണ്ട്. എന്റെ ദൈവമായ യഹോവേ, ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരുമാറാകട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ ഏലിയാവിന്റെ പ്രാർത്ഥന കേട്ടു. കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വന്നു, അവൻ ജീവിച്ചു. 1-ാം രാജാക്കന്മാർ 17-ാം അധ്യായം 21-22 സൂക്തങ്ങൾ. ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. സമയമില്ലാത്തതുള്ളത് ഗുരുവാണ്. മാത്രമല്ല, പിതാവില്ലാതെ ഈസാ നബി ജനിച്ചു, അതുകൊണ്ടാണ് ദൈവമാക്കുന്നതാണ് മറ്റൊരു വാദം. അതിന് വ്യംഗ്യമായ ഖുർആൻ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആദം നബിയാണ് ദൈവമാക്കേണ്ടത്. ഈസാ നബിക്ക് ഉമ്മയെങ്കിലും ഉണ്ട്, ആദം നബിക്ക് ഉമ്മയുമില്ല, ബാപ്പയുമില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്ന മസല ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബ് സുമ്മ ഖാല ലഹു കുൻ ഫയകൂൻ. ചുരുക്കി പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാം മാത്രമല്ല, മറ്റു പല പ്രവാചകന്മാരും മരിച്ചവരെ ജീവിപ്പിക്കുക വരെയുള്ള അമാനുഷിക സംഭവങ്ങൾ ചെയ്തവരാകുന്നു. അതിന്റെ പേരിലോ പിതാവില്ലാതെ ജനിച്ചു എന്നതിന്റെ പേരിലോ ഈസാ നബിയെ ദൈവമാക്കാൻ ബൈബിൾ സഹായകമല്ല. വേറെ നാം ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിലേക്ക് മാത്രമുള്ള പ്രവാചകനാണെന്ന് ഖുർആനിൽ നാം വായിക്കുന്നുണ്ട്.
യാ ബനി ഇസ്രായേല ഇന്നി റസൂലുള്ളാഹി ഇലൈക്കും ജമീഅ. എന്നാൽ അത് നമ്മൾ ഖുർആനിൽ പറയുന്നതല്ല, ബൈബിളിൽ അങ്ങനെയല്ല. ബൈബിളിൽ ഈസാ നബി ലോകത്തിനാകെ വന്നതാണെന്ന ക്രിസ്ത്യാനികൾ പറയുന്നത്. പക്ഷേ ബൈബിൾ ആ അഭിപ്രായത്തെ ഖണ്ഡിക്കുന്നുണ്ട്. യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു പറഞ്ഞു, ബൈബിളിലുള്ളതാണ്. മത്തായി 10-ാം അധ്യായം 1 മുതൽ 6 വരെ സൂക്തങ്ങൾ. 12 ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, ജാതികളുടെ അടുക്കൽ പോകാതെ, ജാതിയാണ് യഹൂദന്മാരല്ലാത്തവരും. യഹൂദ മതത്തിലേക്കാണ് ഈസാ നബി വരുന്നത്. ബനൂ ഇസ്രായേലിയർ എന്ന് പറഞ്ഞാൽ ഈസാ നബി വരുന്നത് വരെ ജൂതന്മാരാണ്, അവർ മാത്രം. പിന്നെ ജൂതന്മാരും ക്രിസ്ത്യാനികളായി, രണ്ടും അഹ്ലു കിതാബെന്ന ഖുർആന്റെ ഭാഷ. ഈസാ നബി പറഞ്ഞു, ഇസ്രായേൽ ഗൃഹത്തിലെ ജാതികളുടെ അടുക്കൽ പോകാതെയും ശമര്യരുടെ പട്ടണത്തിൽ കടക്കാതെയും, സാമിരികളുടെ പട്ടണത്തിൽ കടക്കാതെയും ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കൽ തന്നെ ചെല്ലുവീൻ. ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആട് എന്നാൽ വഴി കാണാതെ പോയ ആള് എന്നാണ് അർത്ഥം. അതൊരു സാഹിത്യ പ്രയോഗം. ക്രിസ്ത്യാനികളും അതേ അർത്ഥം തന്നെ പറയുന്നു. ഇസ്രായേലിലെ കാണാതെ പോയ ആടുകൾ എന്ന് പറഞ്ഞാൽ സന്മാർഗം കാണാൻ കഴിയാതെ പോയ നിർഭാഗ്യരായ ആളുകളുടെ അടുത്തേക്കാണ് നിങ്ങൾ ചെല്ലേണ്ടത്. മറ്റ് ജനവിഭാഗങ്ങളുടെ അടുത്തേക്കും പോകാൻ പാടില്ല, കാരണം ഞാൻ ഇസ്രായേലിലേക്ക് അയക്കപ്പെട്ടവനാണ്. അത് മത്തായി 2:6 കാണാം. ഇസ്രായേലിനെ മേപ്പാനുള്ള തലവൻ എന്ന് യേശുവിനെപ്പറ്റി മുൻകാല പ്രവാചകന്മാർ മുന്നറിയിപ്പ് നൽകിയതായി മത്തായി 2:6 കാണാം. ഇസ്രായേലിലേക്ക് മാത്രമുള്ളവരാണ്. വേറൊരു സ്ഥലത്ത് പറയുന്നു, അവൻ യേശു സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ. സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. യോഹന്നാൻ 1:11, 1-ാം അധ്യായത്തിൽ 11-ാം സൂക്തം. യേശു സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. എന്നെ ഇസ്രായേലിലേക്ക് മാത്രമാണ് അയച്ചിട്ടുള്ളത് എന്ന് തന്നെ ഈസാ നബി പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. മത്തായി 15:24 ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല, ഇസ്രായേലിലേക്ക് മാത്രമാണ് ഞാൻ നിയുക്തനായിരിക്കുന്നത്. ഇനി ബൈബിൾ മുന്നിൽ വെച്ച് നോക്കിയാൽ ഒന്നിലധികം ദൈവങ്ങളെ കാണാൻ സാധിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നിങ്ങനെ കാണാൻ സാധ്യമാണ്. ബൈബിളിൽ പറയുന്ന ഒരുപാട് സൂക്തങ്ങളുണ്ട്. ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ. ആവർത്തനം 32:12 പറയുന്നു, യഹോവ തനിയെ അവനെ നടത്തി, അവനോടുകൂടെ അന്യദൈവം ഉണ്ടായിരുന്നില്ല. യഹോവയുടെ കൂടെ അന്യദൈവമില്ല. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? കൊള്ളാം. ദൈവം ഏകൻ എന്ന് നീ വിശ്വസിക്കുന്നുവോ? അതാണ് ശരിയായ വിശ്വാസം. യാക്കോബ് 2:19. ആവർത്തനം 6:4 പറയുന്നു, ഇസ്രായേലെ കേൾക്കാം, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. ആവർത്തന പുസ്തകം 6:4. ഇങ്ങനെ ഒരുപാട് സൂക്തങ്ങളിൽ അല്ലാഹു തആല ഏകനാണ്, അല്ലെങ്കിൽ യഹോവ ഏകനാണ്, അല്ലെങ്കിൽ വിശ്വാസികൾക്ക് ഒരു ദൈവമേ ഉള്ളൂ എന്ന് അനേക തവണ ആവർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല പിൽക്കാലത്ത് അനുയായികൾ യേശുവിനെ ദൈവമാക്കി സ്വയം അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും ഈസാ നബി അലൈഹിസ്സലാം പറയുന്നത് ഞാൻ ദൈവമല്ല എന്ന് ഈസാ നബി പറയുന്നു. ഒരു ഉദ്ധരണി, കർത്താവേ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. ആഖിറത്തിൽ എന്നോട് വന്ന് പറയും, യേശു ഭഗവാനെ ഞങ്ങൾ അങ്ങയുടെ വലിയ ആരാധകനായിരുന്നു എന്നൊക്കെ. അന്ന് ഞാൻ അവരോട് പറയും, ഈസാ നബി പറയാ, ആഖിറത്തിൽ വെച്ച് ഞാൻ അവരോട് പറയും, ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ എന്ന് തീർത്തും പറയും. ആകയാൽ എന്റെ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു, അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ വീണില്ല.
ഏകദൈവത്വത്തിലുള്ള വിശ്വാസമാണ് അടിസ്ഥാനപരമായ വിശ്വാസം. ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഈസാ നബി അലൈഹിസ്സലാം തന്നെ, യേശുക്രിസ്തു തന്നെ താൻ ദൈവമല്ല എന്ന് പറഞ്ഞതായി ഇന്ന് നിലവിലുള്ള ബൈബിളിൽ തന്നെ വായിക്കാൻ കഴിയും. മൂന്നാമതയുടെ അബദ്ധജടിലമായ ഒരു വിശ്വാസം ക്രൂശീകരണമാണ്. ഈസാ നബി അലൈഹിസ്സലാം കുരിശിൽ മരിച്ചു, എന്നിട്ട് പിന്നീട് 1-2-3 ദിവസം കഴിഞ്ഞപ്പോൾ പുനർജീവനം നേടി ആകാശത്തേക്ക് പിതാവിന്റെ അടുത്ത് ഇരിക്കാൻ പോയി എന്നാണ് അവർ പറയുന്നത്. യേശു ഈ കുരിശ് ഏറാൻ കാരണം ജനങ്ങളുടെ പാപം പേറാൻ വേണ്ടി. ജനങ്ങളൊക്കെ, മനുഷ്യകുഞ്ഞുങ്ങളൊക്കെ പ്രസവിക്കപ്പെടുന്നത് ജന്മപാപം പേറിക്കൊണ്ടാണ്. ആദം നബി അലൈഹിസ്സലാം സ്വർഗത്തിൽ നിന്ന് വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു, അത് കുറ്റമായിരുന്നു. ആ കുറ്റം ആദമിന്റെ എല്ലാ മക്കളും പേറിക്കൊണ്ടാണ് ജനിക്കുന്നത് എന്ന് ക്രിസ്ത്യാനികൾ പറയുന്നു. ബൈബിൾ പറയുന്നില്ല, ക്രിസ്ത്യാനികൾ പറയുന്നു. ഇത് അള്ളാഹുവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയോട് ഒട്ടുമേ നിരക്കാത്തതാണ്. ആദം നബി അലൈഹിസ്സലാം ചെയ്തത് പാപമായിരുന്നു എന്ന് ബൈബിളിലില്ല. പരിശുദ്ധ ഖുർആനിൽ വഅസ ആദമു റബ്ബഹു സുമ്മ ഗവ എന്നെങ്കിലും കാണാം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ أشهد أن لا إله إلا الله أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله ജന്മപാപം എന്നൊന്നും ഇല്ല, ബൈബിളിലില്ല. ബൈബിൾ ഞാൻ വായിക്കാം. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നു എങ്കിൽ അവൻ ജീവിച്ചിരിക്കും. ജീവിച്ചിരിക്കുന്ന സ്വർഗപ്രാപ്തനാവുന്നതാണ് മുറാദ്. പാപം ചെയ്യുന്ന ദേഹി മരിക്കും, നരകത്ത് കടന്ന് നശിക്കുന്ന അർത്ഥം. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട. അറബി ബൈബിളിൽ അൽ ഇബ്നു ലാ യഹ്മിലു മിൻ ഇസ്മിൽ അബ്,
വൽ അബു ലാ യഹ്മിലു മിൻ ഇസ്മിൽ ഇബ്ൻ. എന്റെ കയ്യിലുള്ള അറബി ബൈബിളിലെ 1202 പേജിലാണ്. മകൻ അപ്പന്റെ അകൃത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകൃത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. യഹസ്കേൽ അറബിയിൽ ഹിസ്ഖിയാൽ 18-ാം അധ്യായം 18, 19, 20, 21 സൂക്തങ്ങൾ. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ബൈബിളിൽ ജന്മപാപം എന്നൊന്നില്ല. ഓരോ കുട്ടിയും ശുദ്ധപ്രകൃതനായി ജനിക്കുന്നുവെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ജന്മപാപം ഇവര് പറയുന്ന ക്രിസ്ത്യാനികൾ നിർമ്മിച്ചുണ്ടാക്കിയ ജന്മപാപം എന്ന് പറയുന്ന ഒരു സാധനം വഹിക്കാൻ വേണ്ടിയാണ്, എന്ന് പറഞ്ഞാൽ ആളുകളുടെ കുറ്റമൊക്കെ ആവാഹിച്ചെടുക്കാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു മനുഷ്യനായി, ദൈവം മനുഷ്യനായി അവതരിച്ചത് എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അല്ലാഹു തആല ഏത് ദോഷം പുറത്തു കൊടുക്കും, തൗബ ചെയ്യണം, അതിന്റെ ശർത്തും അനുസരിച്ച് ചെയ്താൽ. മാത്രമല്ല ആദം നബി അലൈഹിസ്സലാം ഫതാബ അലൈഹി ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു വീഴ്ച പറ്റിയത് ആദം നബി അലൈഹിസ്സലാം സങ്കടപ്പെട്ടു, അള്ളാഹു വിട്ടുകൊടുത്തു, മാപ്പാക്കി കൊടുത്തു. ഒരു ദോഷം ഒരു മാപ്പ് ചെയ്യുന്നെങ്കിൽ അയാൾ പൊറുക്കലിനെ തേടി അള്ളാഹു മാപ്പാക്കി കൊടുത്താൽ പിന്നെ മക്കൾക്ക് അതെങ്ങനെ ബാധിക്കാനാണ്? ഒരിക്കലും ബാധിക്കുകയില്ല. മാത്രമല്ല യേശു പിന്നെ മനുഷ്യ രൂപത്തിൽ അവതരിച്ച് വന്നത് തന്നെ ഈ മനുഷ്യ സമൂഹത്തിന്റെ ആകെ പാപം ആവാഹിച്ചെടുക്കാനാണല്ലോ. എന്നാൽ പുഞ്ചിരിയോടുകൂടി യേശു കുരിശിൽ കിടന്ന് മരിക്കുകയാണ് വേണ്ടത്. അങ്ങനെയല്ല യേശു ചെയ്തത്. യേശു ചെയ്തത് വലിയ അസ്വത പ്രകടിപ്പിച്ചു, കരഞ്ഞു, അട്ടഹസിച്ചു, നിലവിളിച്ചു, ഏലോഹി ഏലോഹി ലമാ ശബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ആർത്തട്ടഹസിച്ചു എന്നാണ് ബൈബിളിലുള്ളത്. പിതാവിന്റെ പാപത്തിന് ബലി നൽകാനാണ് യേശു മനുഷ്യനായി അവതരിക്കുന്നത്. യേശു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ. ഒരു വിശ്വാസം അനുസരിച്ച് ഇതേ ശരീരത്തിൽ ദൈവമുണ്ട്, മനുഷ്യനുണ്ട്. അതനുസരിച്ച് യേശുവിനെ എന്നെ അട്ടഹസിച്ച് വിളിക്കേണ്ട ആവശ്യമില്ല. ദൈവം അയത്തന്നുണ്ട്, ദൈവത്തിന് പുറത്തു കൊടുത്താൽ മതി, അതിന് രക്ഷപ്പെടുത്തിയാൽ മതി. മാത്രമല്ല ബൈബിളിൽ പറയുന്നത് ദൈവമേ ദൈവമേ കഴിയും എങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേന്ന്. അപ്പൊ അള്ളാഹുവിന്റെ കുദ്റത്തിൽ തന്നെ യേശുവിന് സംശയം ഉണ്ടായിരുന്നു എന്ന് ധ്വനിപ്പിക്കുന്ന പ്രയോഗമാണ്. ദൈവമേ ദൈവമേ കഴിയും എങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. ചുരുക്കി പറഞ്ഞാൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ആത്മാവാണ്. അള്ളാഹുവിന്റെ ആത്മാവ് മാത്രമല്ല, സംസാരം, കേൾവി, കാഴ്ച, ഒരുപാട് സിഫത്തുകൾ അള്ളാഹുവിനുണ്ട്. ഒന്ന് മാത്രം ഒരു അലഹത്തിൽ ഇതിലിങ്ങനെ പൊലിപ്പിച്ച് പർവ്വതീകരിച്ച് പറയാം. കൗനഹു സമീയൻ, കൗനഹു ഹയ്യൻ, കൗനഹു മുതകല്ലിമൻ, അത് നമ്മൾ പറയുന്നില്ലേ? ഈ വിശേഷണങ്ങളൊക്കെ ഉണ്ട് പഠിച്ചവന്. വചനം എന്ന ഒരു വിശേഷണം മാത്രമല്ലത്. ചുരുക്കി പറഞ്ഞാൽ ഒരു സൈദ്ധാന്തികമായി ഞാൻ കൂടുതൽ പറയണില്ല. ചുരുക്കി പറഞ്ഞാൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളാണ് എന്ന് പറയുന്ന സഹോദരങ്ങൾ ഇസ്ലാമിന്റെ ബദ്ധവൈരികളാണ്, ആജന്മ ശത്രുക്കളാണ്. ഇത് ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. നിങ്ങൾ ആ മതം സ്വീകരിക്കണം, അതുവരെയും നിങ്ങളെ പറ്റി അവർ സംതൃപ്തരാവുകയില്ല. അൽ-ബഖറ 120-ാം ആയത്തിലുള്ളതാണ്, വലൻ തർള അൻകൽ യഹൂദു വലൻ നസാറ ഹത്താ തത്തബിഅ മില്ലതഹും. നബി തങ്ങളുടെ കാലം മുതലേ വേദക്കാരെ നബിയുടെയും ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും ബദ്ധവൈരികളാണ്. നബിയെ കൊല്ലാൻ വരെ അവർ ശ്രമിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി നബി ഒരു ചുമരിന്മേൽ ചാരി ഇരുന്നപ്പോൾ മേലെ ആള് കയറിയിട്ട് കല്ലെടുത്തിട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ജിബ്രീൽ വന്ന് പറഞ്ഞെടുത്തപ്പോൾ നബിയോട് നീട്ടു വന്നതാണ്. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്ര പരമ്പരകൾ. കുരിശ് യുദ്ധങ്ങൾ നയിച്ചവർ 1000 കൊല്ലം കഴിഞ്ഞ ശേഷം കുരിശ് യുദ്ധങ്ങൾ നയിച്ചു. കുരിശുയുദ്ധ പരമ്പരകളാണ്. കുരിശുയുദ്ധ പരമ്പരകൾ 1097 മുതൽ 2150 വരെ 7 സുപ്രധാന സംഭവങ്ങളിലായി ലോകത്തുടനീളം ഇസ്ലാമിനെതിരെ അവർ പടനയിച്ചു. മുസ്ലിമീങ്ങളുടെ രക്തം ചാലിത്തൊഴുകി, ദശലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ മരിച്ചു വീണു. മുസ്ലിമീങ്ങളുടെ സാംസ്കാരിക സമ്പാദ്യങ്ങളും ഭൗതിക സമ്പാദ്യങ്ങളും ഒക്കെ തച്ചുതരിപ്പണമാക്കപ്പെട്ടു. മുസ്ലിം പണ്ഡിതന്മാരും ചിന്തകന്മാരും എഴുതിവെച്ച പരസഹസ്രം ഗ്രന്ഥങ്ങൾ ചുട്ടുചാമ്പലാക്കിയവര്. ഇത് പറഞ്ഞാൽ അവസാനിക്കൂല. അപ്പോൾ
നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ നാനാഭാഗത്തും ഈ ശത്രുത പ്രകടിപ്പിക്കാൻ അവര് സാഹിത്യങ്ങളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും പ്രവർത്തനങ്ങളുമായി നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു വിഷലിപ്തമായ സാധനമാണ് ഇത്. എഴുതിയ ആളെ സംബന്ധിച്ച് പറയുന്നത് സ്നേഹം, സത്യസന്ധത, സഹിഷ്ണുത എന്നീ ഉത്തമ ഗുണങ്ങൾ ഒരു സുവിശേഷകന്റെ പ്രവർത്തന മാനദണ്ഡമായിരിക്കണം എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. സത്യം, സ്നേഹം, സഹിഷ്ണുത ഇതൊക്കെ ഒരു ദായിയുടെ, ഒരു പ്രബോധകന്റെ മുഖമുദ്രയായിരിക്കണം. ഇയാൾ ചെയ്ത പണി എന്ന് പറഞ്ഞാൽ ലോക മതചരിത്രം മൂന്നായി തിരിച്ചു. ലോകത്ത് ആരും ചെയ്യാത്ത ഒരു തറ പണി. ഒന്ന് ചരിത്രാതീതകാലം. ഈ കിതാബിലുള്ളതാണ് ചരിത്രാതീതകാലം. ചരിത്രാതീത കാലത്ത് ജീവിച്ചിരുന്നവരാണ് നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തുടങ്ങിയവരൊക്കെ. ഇവർ അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല, ഇവർ മുസ്ലിങ്ങളായിരുന്നില്ല. ഇതിൽ പറയുന്ന മറ്റൊരു സുപ്രധാനമായ പോയിന്റ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള കാലം വേറെയും അവിടുന്ന് ഇങ്ങോട്ടുള്ള കാലം വേറെയും ആക്കി തിരിക്കുക. അങ്ങനെ മുസ്ലിമീങ്ങളെയും മുസ്ലിമീങ്ങളുടെ പ്രവാചകനെയും ഒറ്റയായി ഇട്ട് തല്ലി ആക്രമിക്കണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഖുർആനിൽ പല കാര്യങ്ങളുണ്ടല്ലോ. അതിൽ പഴയ ഗ്രന്ഥങ്ങളിൽ ഉള്ള കാര്യം പറഞ്ഞാൽ ഇയാൾ പറയുന്നത് അവിടുന്ന് കോപ്പി അടിച്ചതാണ്. പുതിയ കാര്യം പറഞ്ഞാൽ പറയും ഇത് പറയാൻ ഇയാൾക്ക് അവിടുന്ന് കിട്ടിയത്. നമ്മളെ ഭാഗത്തൊക്കെ രാപ്തവാക്യം പറയുന്ന ഒരു ഭ്രാന്തൻ നെഞ്ചത്ത് കയറിയിരുന്ന ഒരാളെ എന്നിട്ട് കത്തി ഊരിയിട്ട് അയാളോട് പറഞ്ഞ് ഇളകിയാലും കുത്തും, ഇളകിയില്ലെങ്കിലും കുത്തും എന്നതുപോലെ മുഹമ്മദ് നബിയുടെ മുമ്പുള്ളത് എന്തെങ്കിലും ഖുർആനുണ്ടെങ്കിൽ അത് തൗറാത്തിൽ നിന്ന് പകർത്തിയതാണ്. ശേഷമുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അത് പറയാൻ മുഹമ്മദിന് എന്താ അധികാരം എവിടുന്ന് കിട്ടിയത്? ഇതിനൊക്കെ ഖുർആൻ മറുപടി പറഞ്ഞത് വലഖദ് നഅലമു അന്നഹും യഖൂലൂന ഇന്നമാ യുഅല്ലിമുഹു ബശർ ലിസാനുൽ ലദീ യുൽഹിദൂന ഇലൈഹി അജമിയ്യുൻ വഹാദാ ലിസാനുൻ അറബിയ്യുൻ മുബീൻ. പല പുരാതന കാര്യങ്ങളും പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട് വമാ കുൻത ബിജാനിബിൽ ഗർബി ഇദ് ഖവൈനാ ഇലാ മൂസൽ അംർ വമാ കുൻത ബിജാനിബി الطൂരി ഇദ് നാദൈനാഹു വലാകിൻ റഹ്മതൻ മിർ റബ്ബിക് وما كنت ثاويا في أهل مدينة تتلو عليهم آياتنا ولكننا كنا مرسلين وما كنت لديهم إذ يلقون أقلامهم وما كنت لديهم إذ يختصمون. നിരവധി സ്ഥലങ്ങളിൽ 1000-ഓ 2000-ഓ 3000-ഓ കൊല്ലം മുൻപ് നടന്ന സംഭവം നബി തങ്ങൾ പറയുന്നിടത്ത് ഖുർആൻ പറയുന്നു ഇത് നടന്നപ്പോൾ താങ്കൾ അവിടെ ഉണ്ടായിരുന്നില്ല. ശുഐബ് നബിയുടെ കഥ പറഞ്ഞപ്പോൾ പറയുന്നു വമാ കുൻത സാവിയൻ ഫീ അഹ്ലി മദിയൻ, മദിയനിൽ അങ്ങ് താമസിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാ ഇതൊക്കെ പറയുന്നത്? വലാകിൻ റഹ്മതൻ മിർ റബ്ബിക് വലാകിന്നാ കുന്നാ മുർസിലീൻ. നാം അങ്ങേക്ക് പഠിപ്പിച്ചു തരികയാണ്, നമ്മുടെ അനുഗ്രഹമായി അങ്ങേക്ക് നാം ഗൈബുകൾ അറിയിച്ചു തരികയാണ്. അപ്പോ മുൻപുള്ളത് എന്തെങ്കിലും പറഞ്ഞാൽ അത് തൗറാത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. ഇസ്ലാം എല്ലാ ലോകത്തിനുള്ളതാണ് എന്ന് ഖുർആനിൽ എവിടെയും പറഞ്ഞിട്ടില്ലാണ് അയാൾ പറഞ്ഞത്. ഇസ്ലാം മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് എവിടെയും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരുപാട് തനിച്ച നുണകൾ ഇതിലുണ്ട്. ലോകത്തെ ആകമാനം ഉൾക്കൊള്ളുന്നതാണ് ഇസ്ലാം മതം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഖുർആനിൽ ഒരിടത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ കഴിയുന്ന ജനതയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ്. ലോകത്തെ മുഴുവൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്ന നിയമവ്യവസ്ഥകളും അല്ല ഖുർആനിൽ കാണുന്നത്. അതുകൊണ്ട് ഇസ്ലാം മതം അറേബ്യൻ ജനതയ്ക്ക് വേണ്ടി മാത്രം സ്ഥാപിക്കപ്പെട്ടതാണ് എന്ന് പറയുന്നതാണ് ഏറെ ശരി. നമ്മൾ അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താ? നമ്മൾ അവരോട് പറയുന്നത് ഖുർആൻ പറയുന്നു വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. വലാ തുജാദിലു അഹ്ലൽ കിതാബി ഇല്ലാ ബില്ലതി ഹിയ അഹ്സൻ. ഏറ്റവും ഉദാത്തമായ രീതിയിലാകണം അങ്ങ് വേദക്കാരോട് സംസാരിക്കേണ്ടത്, സംവദിക്കേണ്ടത്. വഖൂലു ആമന്നാ ബില്ലദീ ഉൻസില ഇലൈനാ വഉൻസില ഇലൈക്കും. നിങ്ങളിലേക്ക് അവതീർണമായതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങളിലേക്ക് അവതീർണമായതിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വഇലാഹുനാ വഇലാഹുക്കും വാഹിദുൻ. നിങ്ങളുടെ ദൈവവും ഒന്നാണ്, ഞങ്ങളുടെ ദൈവവും ഒന്നാണ്. ഫഇൻ തവല്ലൗ
ഫഖൂലു ഇന്നാ മുസ്ലിമൂൻ. അവരതൊന്നും അംഗീകരിക്കണം. ഞങ്ങൾ മുസ്ലിമീങ്ങളാന്ന് പറഞ്ഞാൽ മതി. വേറെ സ്ഥലത്ത് അല്ലാഹു തആല പറയുന്നു, ഈ ആയത്ത് സൂറത്തുൽ അൻകബൂത്ത് 46 സൂക്തമാണ്. വേറെ അല്ലാഹു തആല പറയുന്നു, ഖുൽ യാ അഹ്ലൽ കിതാബി തആലൂ ഇലാ കലിമ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ യത്തഖിദ ബഅദുനാ ബഅദൻ അർബാബൻ മിൻ ദൂനില്ലാഹ് വഇൻ തവല്ലൂ ഫഖൂലു അശ്ഹദൂ ബിഅന്നാ മുസ്ലിമൂൻ. നിങ്ങൾ വരൂ, നമുക്കൊക്കെ ഒന്ന് ഐക്യപ്പെടാം. അള്ളാഹു അല്ലാത്തവരെ നമ്മളാരും ആരാധിക്കേണ്ട, നിങ്ങളും ആരാധിക്കേണ്ട, ഞങ്ങളും ആരാധിക്കേണ്ട. നമ്മിൽ ചിലരെ മറ്റു ചിലരേക്കാൾ നമ്മൾ ഔന്നത്യം നൽകി ദിവ്യത്വം നൽകി അവരെ ദൈവമാക്കുകയോ ആരാധിക്കുകയോ വേണ്ട. അങ്ങനെയാണ് നമ്മുടെ വേദം പഠിപ്പിക്കുന്നത്. പക്ഷെ നബിയെയും ഖുർആനെയും കണ്ണടച്ച് അന്ധമായി വിമർശിക്കുന്നതിലാണ് ഈ വിഭാഗം ഇതുപോലെയുള്ള നിരവധി ഗ്രന്ഥങ്ങളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം സ്നേഹമാണ് എന്നൊരു സ്നേഹത്തിന്റെ മുദ്രാവാക്യവുമായി നടക്കാറുണ്ട് ഇവർ. ഇയാൾ പറയുന്നു ദൈവം സ്നേഹമാണ് എന്ന് പറയുന്ന ഒരൊറ്റ വചനം പോലും ഖുർആനിലില്ല. 273 പേജ്. നബിയോട് വലിയ ശത്രുതയാണ്. എന്ത് ചെയ്താലും അതിലെ ദോഷൈക ദൃക്കുകളായി ദുർവ്യാഖ്യാനം ചെയ്യാം. ഇതിൽ പറയുന്നത് ഒരു സെന്റൻസ് മാത്രമായി, അള്ളാഹു സ്നേഹം കാണിക്കുന്നതായി പറയുന്ന ഒരൊറ്റ സൂക്തം പോലും ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല. അള്ളാഹു സ്നേഹം കാണിക്കുന്നതായി പറയുന്ന ഒരൊറ്റ സൂക്തം പോലും ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല. ഇതിന്റെ പേര് ഇസ്ലാമിക ദർശനം ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്ന്. ഇസ്ലാമിക ദർശനം ക്രിസ്തീയ വീക്ഷണത്തിൽ സ്നേഹം എന്ന് പറയുന്നൊരു സിഫത്ത് പഠിച്ചവനുണ്ടെന്ന് ഖുർആന്റെ ഒറ്റ ആയത്തിലൂടെയാണ്. എന്നാൽ ഖുർആന്റെ അർത്ഥം സാമാന്യമായി മനസ്സിലാക്കിയ ആളുകൾക്കൊക്കെ അത് തനിച്ച നുണയാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, ഇന്നല്ലാഹ യുഹിബ്ബുസ് സാബിരീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ ഇലാ ആഖിരിഹ. അതേപോലെ തന്നെ കുരുത്തക്കേടാക്കുന്ന അല്ലാഹു സ്നേഹിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ, ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുതകബ്ബിരീൻ. ചുരുക്കത്തിൽ ഈ കോലത്തിലുള്ള 40-ലധികം സൂറത്തുകൾ ആയത്തുകൾ ഖുർആനിലുണ്ട്. ഞാനീ പറഞ്ഞ കോലത്തിലുള്ള 40-ലധികം ആയത്തുകൾ ഖുർആനിലുണ്ട്. ഇയാൾ പറയുന്നു അള്ളാഹുവിന് സ്നേഹമുണ്ടെന്ന് പറയുന്ന ഒരൊറ്റ ആ സൂക്തം പോലും ഖുർആനിൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ ഇയാൾ പലയിടത്തും പരിഭവപ്പെടുന്നു, എന്തിനാ എല്ലാ സമയങ്ങളിലും മുഹമ്മദ് നബിന്റെ പേര് പറയണത്? ബാങ്ക് കൊടുക്കുമ്പോഴും പറയാ, ഇഖാമത്ത് കൊടുക്കുമ്പോഴും പറയാ, ഖുതുബ നടത്തുമ്പോഴും പറയാ, എപ്പോഴും മുഹമ്മദ് നബിനെ പറയാം. മുഹമ്മദ് നബി ഇത്ര വലിയ ആളാണെങ്കിൽ ഇങ്ങനെ പേര് ഏറ്റു പറഞ്ഞിട്ട് വേണോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ സിദ്ധാന്തത്തിൽ നിന്നും മനസ്സിലാക്കിക്കൂടെയാണോ? ഈ നബിയുടെ പേര് കേൾക്കാൻ കഴിയാത്ത സ്വഭാവം ഇവർക്ക് പണ്ട് മുതലേ ഉണ്ട്. നബി തങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോൾ ഒരു ജൂതൻ പറയും, ഇവൻ ഈ കല്ല് വെച്ച നുണ എത്ര കാലം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്, ഇവൻ അഗ്നിബാധയ്ക്ക് വിധേയനാകട്ടെ എന്ന് പറയാം ഈ ജൂതൻ. പക്ഷെ അധികം നാളെ നീണ്ടെന്നില്ല, അയാളെ വീടും സമ്പാദ്യങ്ങളും കുടുംബങ്ങളും ഒന്നായിട്ട് കരിഞ്ഞുപോയി എന്നാ ചരിത്രത്തിലുള്ളത്. അപ്പൊ ഈ സോക്കട്, ഈ അസഹിഷ്ണുത നബിയുടെ കാലം മുതലേ ഉള്ളതാണ്. അത് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും ചെയ്യും. മുഹമ്മദിനെ പ്രവാചകനാക്കി എന്നതിന് ഖുർആനിൽ യാതൊരു തെളിവുമില്ല. മുഹമ്മദ് നബിയെ പ്രവാചകനാക്കി എന്നതിന് യാതൊരു തെളിവും ഖുർആനിലില്ല. നിരവധി ആയത്തുകൾ യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ശാഹിദൻ വമുബശ്ശിറൻ വനദീറ തുടങ്ങി നിരവധി ആയത്തുകളിൽ. ഇത് സൂറത്തുൽ അഹ്സാബ് 45, വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ 46 ആയത്തിൽ. ഇങ്ങനെ നിരവധി ആയത്തുകളുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളെ വിളിച്ച് വസിയ്യത്ത് ചെയ്തു, ആരെ ആരാധിക്കുക എന്റെ ശേഷം. അവർ പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ പിതാക്കന്മാരൊക്കെ ആരാധിക്കുന്ന പടച്ചവനെ ഞങ്ങൾ ആരാധിക്കും, പടച്ചവനെ ആരാധിക്കും. എന്നാൽ ഇബ്രാഹിം നബി മുസ്ലിമായിരുന്നില്ല, ഇബ്രാഹിം നബി അള്ളാഹുവിനെ ആരാധിച്ചിരുന്നില്ല എന്നാണ് ഇതിന് മറുപടി പറയാൻ വേറെ വഴി കാണാത്തതുകൊണ്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്. വേറെ വഴി കാണാത്തതുകൊണ്ട്
ചരിത്രാതീത കാലത്തുണ്ടായിരുന്ന ആൾക്കാരൊന്നും അള്ളാഹുവിനെ അല്ല ആരാധിച്ചിരുന്നത്, അവരൊന്നും മുസ്ലിമീങ്ങളായിരുന്നില്ല. ഈ മുസ്ലിം എന്ന് പറയുന്നത് ഇത്ര അസഹിഷ്ണുത പുലർത്തേണ്ട ആവശ്യമില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതെന്നല്ലേ അർത്ഥമുള്ളൂ. പിന്നെ ഇയാൾ പറഞ്ഞത് അവരാരാധിക്കുന്നത് മുസ്ലിമീങ്ങൾ പറയുന്ന അള്ളാഹുവിനെ അല്ലാന്നാണ്. അത് ഒരു ഏകദൈവത്തെയായിരുന്നു, യഹോവയായിരുന്നു അത്. ഏകദൈവത്തെയായിരുന്നു, യഹോവയായിരുന്നു അത്. എന്നാൽ മലയാളികളെ കബളിപ്പിക്കാൻ വേണ്ടി എഴുതിയ ഈ പുസ്തകത്തിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ ബൈബിൾ അറബി ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു മക്തബത്തു അൽ ആലമിൽ അറബി കുത്തുബിൽ മുഖദ്ദസ എന്നാണ് പ്രസാദനാലയം പ്രസിദ്ധീകരിച്ച അറബിയിലുള്ള ബൈബിളിൽ യഹോവ എന്ന് നമ്മൾ മലയാള ബൈബിളിൽ കാണുന്ന എല്ലാ സ്ഥലത്തും അള്ളാഹു എന്നുള്ളത്. ബൈബിളിന്റെ ആദ്യത്തെ ബൈബിളിന്റെ ആദ്യത്തെ പേജ് എടുത്ത് നോക്കിയാൽ അള്ളാഹു പ്രപഞ്ചം സൃഷ്ടിച്ചതിനെ പറ്റിയാ പറയാം. അതിലൊക്കെ അള്ളാഹു എന്നാണ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിന്റെ അവസാനത്തെ പേജിലുണ്ട് അള്ളാഹു. പുതിയ നിയമത്തിന്റെ അവസാനത്തെ പേജിലുണ്ട് യഹോവക്ക് അള്ളാഹു. അപ്പോ സാധാരണക്കാരായ ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇവരാരും അള്ളാഹുവിനെ അല്ല ആരാധിച്ചിരുന്നത്. അവരുടെ മതം ഇസ്ലാമായിരുന്നില്ല, മുസ്ലിങ്ങളായിരുന്നില്ല. ആ പറയുന്നതൊക്കെ വ്യാജമാണ് എന്ന് ഇയാളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അങ്ങനെ നിരവധി വ്യാജമായ പ്രസ്താവനകൾ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സമയം പരിമിതമായതുകൊണ്ട് അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയാൻ ഇപ്പോൾ സാഹചര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാനും സത്യത്തിന്റെ പ്രചാരകരാകാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവര് ഇസ്ലാമിനെതിരെയുള്ള ഈ ശത്രുത ഖിയാമത്ത് നാൾ വരെ തുടർന്നുകൊണ്ടിരിക്കും. ഈസാ നബി അലൈഹിസ്സലാം വരും, സകല ജനങ്ങളും ഈസാ നബിയെ പിന്തുടരും. പന്നി മാംസം ഹറാമാണെന്ന് ബൈബിളുണ്ട്. പന്നി ചെലവാകുന്നത് മുഴുവൻ ഈ മൂന്നാം വേദക്കാർക്ക് വേണ്ടിയാണ്. പന്നി ചെലവാകുന്നതും അറുക്കപ്പെടുന്നതും ഈ മൂന്നാം വേദക്കാർക്ക് വേണ്ടിയാണ്. പന്നി തിന്നല് ഹറാമാണ് എന്ന് ലേവ്യ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെയും അവരുടെയൊക്കെ ശരീരത്ത് അടിസ്ഥാനപരമായി ഒന്ന് തന്നെയാണ്, ചില വ്യത്യാസങ്ങളുണ്ടെന്ന് മാത്രം. പക്ഷേ അതൊക്കെ നേരത്തെ പറഞ്ഞ പൗലോസ് വന്ന് അതൊക്കെ ബാത്തിലാക്കി, അതിന്റെ അടിസ്ഥാനങ്ങളൊക്കെ ദുർബലമാക്കി, അതൊക്കെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പുതിയൊരു മതം സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അവര് ഇപ്പൊ അവരുടെ സാഹിത്യങ്ങളിലൂടെയും അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സത്യം ലക്ഷ്യം വെച്ചുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ, സത്യാന്വേഷണ പ്രക്രിയ തുടർന്നാൽ സത്യത്തിൽ എത്തിച്ചേരും. നിരവധി ആളുകൾ ലോകത്തിന്റെ നാനാഭാഗത്തും സത്യത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സലാം അവരുടെ നേതാവായിരുന്നു, സത്യം സ്വീകരിച്ചു. കെ.ടി. സ്റ്റീവൻസ് ഇസ്ലാം സ്വീകരിച്ചു നമ്മുടെ കാലത്ത്. അതുപോലെ നിരവധി ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിന്റെ മൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാം വമൻ യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം മൻ യുരിദുല്ലാഹു അൻ യഹ്ദിയഹു യശ്റഹു സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദു അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ്സമാ എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. സത്യം അന്വേഷിച്ച് സത്യാന്വേഷണത്തിന്റെ പാതയിൽ തുടർന്നാൽ അവിടെ എത്തിച്ചേരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.